കോളേജ് വിദ്യാർത്ഥിയുടെ കൈ വെട്ടിമാറ്റി റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ പത്രവാർത്ത വായിച്ച ദേവനന്ദ ഞെട്ടിത്തരിച്ചു. അവളുടെ ചിന്ത ഇന്നലത്തെ ദിവസത്തിലേക്ക് പോയി. കോളേജ് കഴിഞ്ഞ് വീട്ടിലോട്ട് നടന്നു വരുന്ന വഴിയാണ് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് മുമ്പിൽ കൊണ്ട് നിർത്തിയത്. അവൾ ഞെട്ടി പിന്നോട്ട് മാറി. ഹെൽമെറ്റ് മാറ്റിയപ്പോൾ അവന്റെ മുഖം കണ്ട് അവൾ ഭയം കൊണ്ട് വിറച്ചു. അവളുടെ പുറകിൽ കുറെ നാൾ ശല്യം ചെയ്തുകൊണ്ടാണെന്ന് അരുണായിരുന്നത്. അവൾ ചുറ്റിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അങ്ങകലെ പാർക്ക് ചെയ്തിട്ട് ഒരു കാറല്ലാതെ അവിടെ വേറെ ആൾക്കാർ ആരുമില്ലായിരുന്നു. എന്താ? അവൾ വിറച്ച് ചോദിച്ചു. നല്ല രസമാണ്. പേടിച്ചു പറിച്ചുള്ള നിന്റെ നിൽപ്പ് കാണുമ്പോഴേ കടിച്ച് തിന്നാൻ തോന്നുക. അവനൊരു വഷളം ചിരിയോടെ അവളെ ആകമൊത്തം നോക്കി പറഞ്ഞു. അവൾ വെറുപ്പോടെ മുഖം തിരിച്ച് അവനെ മറികടന്ന് മുമ്പോട്ട് പോകാൻ തുടങ്ങിയത് അവൻ അവിടെ കയ്യിൽ കയറി പിടിച്ച്. അങ്ങനെ അങ്ങ് പോവാതെ. കുറച്ച് മാസങ്ങളായി ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുമല്ലേ, ഇന്നെങ്കിലും ഒരു മറുപടി താ. അവൾ അവന്റെ കൈകൾ വിടിവിക്കാൻ ശ്രമിക്കും തോറും അവൻ പിടി മുറുക്കിക്കൊണ്ടിരുന്നു. അവളുടെ കയ്യിലെ കുപ്പിവളകൾ പൊട്ടി കയ്യിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പ്ലീസ് വിട്, കൈ വേദനിക്കുന്നു. അവൾ കരച്ചിലടക്കി പറഞ്ഞു. നീ എനിക്കൊരു മറുപടി താ. എനിക്ക് ഇഷ്ടമല്ല, അവൾ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. നീ ഇഷ്ടപ്പെടുന്ന എനിക്ക് നിർബന്ധമല്ല. ഒരു രാത്രിയിലേക്ക് നീ ഒന്ന് വഴങ്ങി തന്നാലും മതി. അത്രയ്ക്ക് നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്റെ വാക്കുകൾ കേൾക്കുന്നവരും അവളുടെ ദേഹത്ത് പൂവരിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കാറിന്റെ ഹോൺ കേട്ടത് അവൻ തിരിഞ്ഞു നോക്കിയ നിമിഷം അവൾ അവന്റെ കൈ വിടുവിച്ച് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ഓളെ എന്തെടുക്കുക? കോളേജിൽ പോകാൻ റെഡിയാവുന്നില്ലേ? അച്ഛന്റെ വിളിയിലാണ് അവൾ ഇന്നലത്തെ ദിവസത്തെ ഓർമ്മയിലും തിരിച്ചെത്തിയത്. ആ, റെഡിയാൻ പോവാച്ചാ. അതും പറഞ്ഞ അവൾ റൂമിലേക്ക് പോയി. മോഹന്റെയും കീർത്തനയുടെയും ഒരേ ഒരു മകളാണ് ദേവനന്ദ മോഹൻ. ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന തരത്തിലുള്ള സർപ്പ സൗന്ദര്യമാണ് ദേവനന്ദക്ക്. AV കോളേജിലെ 1ാം വർഷ BCom സ്റ്റുഡന്റ് ആണ് നന്ദ. മോഹനിന്റെയും കീർത്തനയുടെയും ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല. നന്ദയെ പ്രസവിച്ചപ്പോൾ തന്നെ കീർത്തന ബ്ലീഡിംഗ് കൂടി മരണപ്പെട്ടു. വേറൊരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാതെ തന്റെ മകൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ് മോഹൻ. കവലയിൽ ഒരു പലചരക്കട നടത്തുകയാണ് മോഹൻ. അവൾ പെട്ടെന്ന് റെഡിയായി അച്ഛനോട് യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോയി. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴേ കണ്ടു അവളുടെ ഫ്രണ്ട് അമൃതയെ. നീ ഇന്നത്തെ പത്രം വായിച്ചോ? നന്ദൊന്ന് മൂളി. എന്തായാലും അവന്റെ ശല്യം ഒഴിഞ്ഞു പോയല്ലോ. പാവം അവനോ? എത്ര പെൺകുട്ടികളുടെ ജീവിതം അവൻ കാരണം തകർന്നിട്ടുള്ളത്. എന്തായാലും ഇനി അവന്റെ ശല്യം കാണില്ല. എന്നാലും ആരായിരിക്കും അത് ചെയ്തത്? നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാതെ അമൃതയെന്ന് മൂളി. ബസ് വന്നപ്പോൾ അവരതിൽ കയറി. നന്ദ വിൻഡോ സീറ്റിലായിരുന്നു. ആ ബസ്സിന്റെ കൂടെ തന്നെ ഒരു കാറിൽ നന്ദയുടെ ഓരോ ഭാവങ്ങളും നോക്കി അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. അവൾ കോളേജിലിറങ്ങി ഗേറ്റ് കടക്കുന്നവരെ അവന്റെ കണ്ണുകൾ അവളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. നന്ദു, നീ അറിഞ്ഞോ? എന്ത്? നോട്ട്സ് എഴുതുന്നതിനിടയിൽ നന്ദു ചോദിച്ചു. നമ്മുടെ അക്കൗണ്ടൻസിന്റെ സാറ് മാറി, പുതുതായിട്ടൊരു സാറ് വന്നു. ഒരു ചുള്ളൻ, എന്ത് ഭംഗിയാണെന്ന് കാണാൻ. നന്ദു വെറുതെ ഒന്ന് മൂളി. ഓ, ഞാനിത് ആരോടോ പറയുന്നത്? സൗന്ദര്യ ആസ്വാദനം ഇല്ലാത്തവള്. എൻ്റെ അമ്മ, ഞാൻ പഠിക്കാനായിട്ട് ഇവിടെ വരുന്നു. വേറെ നോക്കാൻ എനിക്ക് സമയമില്ല. ഓ ബൂജി, നീ ഇരുന്ന് പഠിച്ചോ, അമൃത മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഉച്ചക്കത്തെ ഇന്റർവെല്ലിന് ശേഷം അവളുടെ ക്ലാസ്സിലേക്ക് പുതിയ സാറ് വന്നു. ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ അവന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു നിന്നു. ഹായ് എവരിവൺ, മൈ നെയിം ഈസ് ആരവ് ആൻഡ് ഐ വിൽ ബി യുവർ അക്കൗണ്ടൻസി പ്രൊഫസർ. ഫസ്റ്റ് നമുക്ക് തമ്മിലൊന്ന് പരിചയപ്പെടാം അല്ലേ? അങ്ങനെ ഓരോരുത്തരെയാവും പരിചയപ്പെട്ടു. ലാസ്റ്റ് നന്ദുവിലെത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ പതിഞ്ഞു. അവൾ പേര് സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും അവൻ നോട്ടം മാറ്റിയില്ല. സർ, അവളിൽ മിഴികൾ പതിപ്പിച്ചിരുന്ന അവനെ നന്ദു വിളിച്ചു. സോറി, ഞാനെന്തോ ഓർത്തുപോയി. സിറ്റ്. അതും പറഞ്ഞ് അവൻ ഫ്രണ്ടിൽ പോയി നിന്നു. ടൈം ഇത്രയായില്ലേ? ഇന്ന് ഞാൻ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ടോ? നന്ദു പാടും സർ, ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു. ആരാണ് നന്ദു? ദേവനന്ദ എഴുന്നേറ്റിരുന്നു. എങ്കിൽ നന്ദു വന്നേ, ഒരു പാട്ട് പാടും. അവൾ സാറിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതിന് ശേഷം പാടി തുടങ്ങി.
കൺകൾക്ക് സ്വന്തമല്ലേ, കൺകൾക്ക് സ്വന്തമല്ലേ. ആരോമൽ അവളുടെ സ്വരമാധുര്യത്തിൽ ലയിച്ച് അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കുട്ടികളുടെ കയ്യടി ശബ്ദമാണ് അവനെ അവളിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. നന്നായിരുന്നു, താങ്ക് യു സർ. അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞ് സീറ്റിലേക്ക് പോയിരുന്നു. ബെല്ലടിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരോമൽ അവളുടെ പുഞ്ചിരിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ബസ് കയറി നന്ദ വീട്ടിലേക്ക് പോയി. കവലയിൽ നോക്കിയപ്പോൾ അച്ഛൻ്റെ കട അടച്ചിട്ടിരിക്കുന്ന കണ്ട് അവളുടെ നെറ്റിയൊന്ന് ചൂഞ്ഞു. അച്ഛൻ നേരത്തെ കട അടച്ചത്. അതും ആലോചിച്ച് അവൾ വീട്ടിലേക്ക് നടന്നു. അവൾ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്ത് കയറി കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ചു. തറയിൽ കിടക്കുന്ന മോഹന് നെറ്റിയുടെ സൈഡിലായി ചെറിയ മുറിവിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നു. അവൾ ഓടിപ്പോയി അയാളെ കുലുക്കി വിളിച്ചിട്ട് അനക്കൊന്നുമില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. ഓടിപ്പോയി അപ്പുറത്തെ വീട്ടിലെ സരോജിനി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവന്നു. മോളെ എണീക്കുന്നില്ലല്ലോ, ഞാനൊന്ന് സതീഷേട്ടനെ വിളിക്കട്ടെ. അതും പറഞ്ഞ് ഫോണെടുത്ത് അവളുടെ ഭർത്താവിനെ വിളിച്ച്. മോളെ സതീഷേട്ടൻ പറയുന്നത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ഏട്ടൻ ദൂരെ ഒരു ഓട്ടത്തിന് പോയിരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ പുറത്തു വല്ല വണ്ടി ഉണ്ടോ നോടി ചേച്ചി. അതും പറഞ്ഞ് നന്ദ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി. കുറച്ച് മാറി ഒരു കാർ എടുക്കുന്നുണ്ട്. അവൾ അവിടേക്ക് ഓടി. അവൾ വിൻഡോ ഗ്ലാസ്സിൽ തട്ടിയത് അത് തുറന്നു. സർ പ്ലീസ് രക്ഷിക്കണം, എൻ്റെ അച്ഛന് വയ്യ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പ്ലീസ്. അവൾ കണ്ണീരോടെ കൈകൂപ്പി അവനോട് പറഞ്ഞു. ഫേസ് കവർ ഹൂഡിയായതിനാൽ അവൻ്റെ മുഖം അവൾക്ക് നല്ലതുപോലെ കാണാൻ സാധിക്കില്ലായിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി അവളുടെ കൂടെ ചെന്നു. തറയിൽ വീണ് കിടക്കുന്ന മോഹനനെ അവൾ തോളിലേക്കിട്ട് കാറിലേക്ക് കയറ്റി. അവൾ പെട്ടെന്ന് പേഴ്സെടുത്ത് കാറിലേക്ക് കയറി. അവൾ കയറിയെന്ന് ഉറപ്പായതിനു ശേഷം അവൻ വണ്ടി ഹോസ്പിറ്റലിലേക്ക് പറപ്പിച്ചു. AV ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് അവൻ്റെ കാർ ഒരു ഇരുമ്പിലോടെ പാഞ്ഞെത്തി. കാർ ഡോർ തുറന്നിറങ്ങി അവൻ പെട്ടെന്ന് പോയി അറ്റൻഡർമാരെ വിളിച്ചുകൊണ്ട് വന്ന് മോഹനെ സ്ട്രക്ചറിലേക്ക് കിടത്തി. നന്ദ കണ്ണീരോടെ അവരുടെ കൂടെ നടന്നു. അവൻ്റെ കണ്ണുകൾ ആ നിറഞ്ഞ കണ്ണുകളിലായിരുന്നു. പെട്ടെന്ന് ഡോക്ടേഴ്സ് പരിശോധിച്ച് അയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. കുട്ടി പേഷ്യൻ്റ് ആരാ? ഒരു നേഴ്സ് വന്ന് നന്ദയോട് ചോദിച്ചു. മകളാ, അർജൻറ്റായിട്ടൊരു ഓപ്പറേഷൻ ചെയ്യണം. ക്യാഷ് റിസപ്ഷനിൽ നിന്ന് അടച്ചിട്ട് ഈ ഫോം സൈൻ ചെയ്യണം. അതും പറഞ്ഞ നേഴ്സ് ബില്ലും കൺസെൻറ്റ് ഫോമും നന്ദയുടെ കയ്യിലേക്ക് നൽകി. ബില്ല് എമൗണ്ട് കണ്ടവൾ ഞെട്ടി നിസ്സഹായതയോടെ പേഴ്സോടെ നോക്കി. എൻ്റെ ഭഗവാനെ, ഞാനിതെങ്ങനെ അടയ്ക്കാനാ ഇത്രയും രൂപ? അവൾ നെറ്റിയിൽ തലതാൻ അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു. അതെ, ബില്ലടച്ചില്ലേ? ഓപ്പറേഷൻ പെട്ടെന്ന് തുടങ്ങണം. കുറച്ച് കഴിഞ്ഞ് നേഴ്സ് വന്ന് ചോദിച്ചു. അത് ഇത്രയും കാശിൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, ഞാൻ നാളെ കൊണ്ട് എത്തിച്ചോളാം. ഓപ്പറേഷൻ ചെയ്തോളൂ. ഏയ് അതൊന്നും പറ്റില്ല കുട്ടി, ക്യാഷ് അടിച്ചാൽ ഓപ്പറേഷൻ തുടങ്ങിയുള്ളൂ. പെട്ടെന്ന് വേണം, പേഷ്യൻ്റെ അവസ്ഥ ക്രിട്ടിക്കലായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അവൾ കഴുത്തിൽ കിടന്ന് നേരെ സ്വർണ്ണമാല ഒരു കയ്യിലെടുത്തു. എൻ്റെ കയ്യിലിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, പ്ലീസ് അച്ഛനെ രക്ഷിക്കണം. കുട്ടി, ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ ഒരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ. അപ്പോഴാണ് ഒരു ഡോക്ടർ അവിടേക്ക് വന്നത്. കണ്ടാൽ 50 വയസ്സിന് മേൽ പ്രായമാണ്. നേഴ്സ് നന്ദയുടെ അവസ്ഥ ഡോക്ടറിനെ പറഞ്ഞു കൊടുത്തു. ഡോക്ടർ നേഴ്സിനെ അവിടുന്ന് പറഞ്ഞു വിട്ട് നന്ദയുടെ അടുത്തേക്ക് പോയി. മോളെ പ്ലീസ് ഡോക്ടർ, എൻ്റെ അച്ഛനെ രക്ഷിക്കണം, ഞാൻ ഡോക്ടറെ കാല് പിടിക്കുക. അതും പറഞ്ഞ് അവൾ കുനിയാൻ പോയത് അയാൾ അവളെ പിടിച്ചു നിർത്തി. വിഷമിക്കണ്ട, പൈസയൊക്കെ ഞാൻ അടച്ചോളാം, പക്ഷേ മോളൊന്ന് മനസ്സ് വെക്കണം. അവൾ മനസ്സിലാവാതെ ഡോക്ടറെ നോക്കി. മോളുടെ ഒരു രാത്രി അതെനിക്കൊന്ന് തന്നാൽ വേറെ ആരും അറിയില്ല. എന്തു പറയുന്നു? അവൾ എന്തോ ധൈര്യത്തിൽ അയാളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഓ, ഇത്രക്ക് ധൈര്യം കൊണ്ടായിരുന്നു എങ്കിൽ മോളുടെ അച്ഛൻ ഇന്നിവിടെ തന്നെ കിടക്കും. മരിച്ചാൽ നീ മാത്രമായിരിക്കും ഉത്തരവാദി. ഈ തല്ലി ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, മോൾ ആലോചിക്കും. അതും പറഞ്ഞ് അയാൾ അവളുടെ തോളിലായി തൊടാൻ വന്നു. അറപ്പോടെ അവൾ മാറി. ഇതെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ച് അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഫോൺ എടുത്ത ഒരാൾക്ക് കോൾ ചെയ്തു. ഡിസ്മിസ് ഡോക്ടർ വിനോദ്. But why? What's the reason? I am the MD of the hospital. Do you know that? Yes, sir. Then do what I said. You have no right to question me. Sorry, sir. അവൻ പെട്ടെന്ന് ക്യാബിലേക്ക് പോയി ഡ്രസ്സ് മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. മോളെ വിഷമിക്കണ്ട, ബില്ലൊരാൾ അടച്ച് ഓപ്പറേഷൻ തുടങ്ങി. പുറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന നന്ദയോട് നേഴ്സും പറഞ്ഞു. ആരടച്ചത്? അവൾ ഞെട്ടലോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല മോളെ. എന്നാൽ ആരായിരിക്കും ക്യാഷ് അടച്ചത്? അവൾ അതും ചിന്തിച്ച് കസേരയിലിരുന്നു. ഭഗവാനെ, അച്ഛനൊന്നും സംഭവിക്കില്ലേ? മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ചവൾ ചെയറിലേക്ക് ചാടി. 2 മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഓപ്പറേഷൻ സക്സസ് ആയി. ഒരു 24 hours ഒബ്സർവേഷൻ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അവിടെ അടുത്തേക്ക് വന്ന ഡോക്ടർ പറഞ്ഞു. മാസ്ക് വെച്ചതിനാൽ മുഖം കാണാൻ കഴിയില്ലായിരുന്നു. നേരത്തെ വന്ന ഡോക്ടറുടെ ശബ്ദത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛൻ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കയറി കണ്ടു, പെട്ടെന്ന് ഇറങ്ങും. ശരി ഡോക്ടർ. അവൾ അച്ഛനെ കയറി കണ്ടതിന് ശേഷം പുറത്തെ കസേരയിൽ വന്നിരുന്നു. ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അവൻ പുഞ്ചിരിയോട് അവളുടെ അടുത്ത് വന്നിരുന്നു.
അവളുടെ ചെരിഞ്ഞുപോയ തലയെടുത്ത് തൻ്റെ തോളിലേക്ക് വെച്ച് അവളെ ഒരു കയ്യാലെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. രാവിലെ നേരത്തെ തന്നെ അവൻ ഉണർന്നു. അവളെ നോക്കി. നെറ്റിയിൽ പാറി വീണ മുടിയിഴകളെ മാറ്റിവെച്ച് അവളെ കസേരയിലേക്ക് ചായച്ചിരുത്തി. ഐ ലവ് യു ദേവി. എത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ മുന്നിലേക്ക് വരും. എൻ്റെ സ്വന്തമാക്കുക. അവളുടെ ചെവിയിലേക്ക് മുഖമടുപ്പിച്ച് അവൻ പറഞ്ഞു. ശേഷം ചുണ്ടുകൾ പതിയെ ചുംബിച്ച് ഒരു മൂളിപ്പാട്ടോടെ അവനവിടുന്ന് പോയി. അവനവിടുന്ന് ഒരു പഴയ കെട്ടിടത്തിലേക്കാണ് പോയത്. അതിൻ്റെ ഡോർ തുറന്ന് വെളിച്ചം അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു ചെയറിൽ കൈയും കാലും കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു ഡോക്ടർ വിനോദ്. ആരാ താൻ? എന്നെ അഴിച്ചുവിട്, ഇല്ലേ താൻ വിവരറിയും. ഫേസ് കവറായിരുന്നാൽ ആളിനെ വിനോദിന് മനസ്സിലായില്ല. വിടാൻ ഡോക്ടർ, ചെറിയൊരു കടം തീർക്കണം, എന്നിട്ട് വിവരം അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യും. അതും പറഞ്ഞ് അയാളുടെ അടിവാങ്ങി നോക്കി അവൻ ആഞ്ഞു ചവിട്ടി. അയാൾ വേദന കൊണ്ട് പോയി. അവൻ ചുണ്ടിൽ വിരവിച്ച് പറഞ്ഞു. അവൻ ഫോണെടുത്ത് ഒരാളെ വിളിച്ചു. പെട്ടെന്നൊരാൾ അവിടെ കടന്നു വന്നു. സർ തന്നേക്കും. മറ്റേയാൾ ഒരു മരുന്ന് അവനെ ഏൽപ്പിച്ച് അവിടുന്ന് പോയി. ഡോക്ടറിന് അറിയാമോ ഇത് ഏത് മരുന്നാണെന്ന്? ഇനി പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളിൽ കാമം എന്ന വികാരം ഉണരരുത്. അതിന് ഈ മരുന്നാണ് നല്ലത്. നിനക്ക് എൻ്റെ പെണ്ണിനെ തന്നെ കിടക്കിലേക്ക് വിളിക്കണം അല്ലേ? അതും പറഞ്ഞ് മരുന്ന് അവൻ സിറിഞ്ചിലേക്ക് അയറ്റി വിനോദിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ശേഷം വിനോദിന്റെ കൈ തിരിച്ചൊടിച്ചു. വിനോദിന്റെ അലർച്ച ആ 4 ചുമരുകളിൽ നിറഞ്ഞു. വിനോദിനെ നോക്കിയൊന്ന് പൂച്ചി ചിരിച്ച് അവൻ പുറത്തേക്ക് പോയി. ഉറക്കം എഴുന്നേറ്റ നന്ദക്ക് ക്ഷീണമൊക്കെ വിട്ടുമാറി ഉന്മേഷം വന്ന പോലെ തോന്നി. മുഖമൊക്കെ കഴുകി വന്നിട്ട് അവൾ ഫോണെടുത്ത് സരോജിനി ചേച്ചിയെ വിളിച്ചു. മോളെ, മോഹൻ ചേട്ടൻ എങ്ങനെയുണ്ട്? ഫോൺ എടുത്തിട്ട് അവർ ചോദിച്ചു. ഇപ്പം കുഴപ്പമില്ല ചേച്ചി, ഒരു ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി. ഈശ്വരൻ കാത്തു മോളെ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വരൂ. എനിക്ക് വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. ഞാൻ വരാം മോളെ. സരോജിനിക്ക് 2 പെൺമക്കളാണ്. ഒരാൾ 5-ലും ഇളയത് 2-ലും. ശേഷം നന്ദ ഫോണെടുത്ത് അമൃതയെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. നീ ഒറ്റയ്ക്ക് എങ്ങനെയാടി? നിനക്ക് ഇന്നലെ പറഞ്ഞുകൂടായിരുന്നു? ഞാനും അമ്മയും കൂടി വരുമായിരുന്നല്ലോ. അമൃതയുടെ അച്ഛൻ അശോകൻ വിദേശത്താണ്, അമ്മ രാധ. കുഴപ്പമില്ലടി, വെറുതെ നിങ്ങൾ കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പോടി, അവിടെ ഒരു ബുദ്ധിമുട്ട്. ഞാനെന്തായാലും അവിടേക്ക് വരാം. വേണ്ടടി, നീ വന്നാൽ അച്ഛനെ കാണാൻ പറ്റില്ല. നീ കോളേജിൽ പോ, ലീവാക്കണ്ട. HOD പ്രശ്നമാക്കും. നീ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കേ. സരോജിനി വന്നപ്പോൾ നന്ദ ഹോസ്പിറ്റലിൽ ഇറങ്ങി വീട്ടിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് ബസ്സേറി ടൗണിലേക്ക് പോയി. ബസ്സിൽ നിന്നിറങ്ങി അവൾ പേഴ്സോട് നോക്കി. ആകെ 2000 രൂപ കയ്യിലുള്ളൂ. അവൾ കഴുത്തിലൊന്ന് പരന്നു നോക്കി. അടുത്തുള്ള ഫിനാൻസിലേക്ക് പോയി മാല പണയം വെച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് ഏരിയയിലേക്ക് പോകാൻ നേരത്താണ് എതിർവശത്ത് നിന്ന് ഫയൽ നോക്കിക്കൊണ്ടുവന്ന ഡോക്ടർ അവൾ ഇടിച്ചത്. താഴെ വീഴാതിരിക്കാനായി അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ പേടിച്ച് കണ്ണുകൾ മുറുകി അടച്ച് അവന്റെ ദേഹം തള്ളിപ്പിടിച്ചു. അവൻ കുറച്ചു നേരം അവളുടെ മുഖത്തെ ഭാവം ആസ്വദിച്ചു. ശേഷം അവളുടെ മുഖത്ത് തട്ടി വിളിച്ചു. സോറി. അവൾ അതും പറഞ്ഞ് കിടന്നു മാറി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? കണ്ണിൽ നടിക്കുന്നു. കൂടെയുള്ള ലേഡി ഡോക്ടർ അവളോട് ചൂടായി. അവിടെയുള്ള കുറച്ച് പേരുടെ നോട്ടം കണ്ട് അവൾക്ക് വിഷമം തോന്നി. ഡോക്ടർ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. ഇറ്റ്സ് ഓക്കെ, കുട്ടി പോയിക്കോളൂ. അവൾ നന്ദിയോടെ ആ കണ്ണുകളിലേക്ക് നോക്കി അവിടുന്ന് പോയി. അച്ഛനെ പരിശോധിക്കുന്ന ഡോക്ടറാണ് അവൾക്ക് മനസ്സിലായി. മാസ്ക് ഇട്ടതിനാൽ മുഖം കാണാൻ അവൾ കഴിഞ്ഞില്ല. ശേഷം ലിഫ്റ്റ് വരാനായി വെയിറ്റ് ചെയ്തു. ലിഫ്റ്റിൽ കയറി അവളൊരു മൂലയിലായി. ലിഫ്റ്റ് ഡോർ ക്ലോസ് ചെയ്യാൻ നേരത്തെ ഡോക്ടർ പാഞ്ഞു വന്നാൽ കയറി. തിരക്കായതിനാൽ അവൻ നന്ദിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവൾ പരമാവധി ബാക്കിലേക്ക് നിന്നു. അതിനനുസരിച്ച് അവന് അവളോട് ചേർന്ന് നിന്നു. ഡോക്ടർക്കൊന്ന് നീങ്ങുന്നുണ്ട്, തിരക്കാരന് മാറാനും പറ്റില്ല. അവൾ അത് മനസ്സിൽ ആലോചിച്ച് നിന്നു. പെട്ടെന്ന് അവളുടെ ഫ്ലോറെത്തി. ലിഫ്റ്റ് ഇറങ്ങി അവൾ പോകുന്നവരെ അവൻ്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. നീ അറിഞ്ഞോ നമ്മുടെ പഞ്ചാരക്കുഞ്ച് വിനോദ ഡോക്ടറെ ഡിസ്മിസ് ചെയ്തു? എന്തിന്? ആന്നറിയില്ല, ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. രക്ഷപ്പെട്ടു. എന്നാ ഒലിപ്പീരാങ്ങിയത്? അതെ, ICUലേക്ക് പോകാൻ നേരമാണ് മുന്നിൽ പോകുന്ന നഴ്സുമാരുടെ സംസാരം നന്ദ കേട്ടത്. ഇന്നലെ എന്നോട് വൃത്തിയായിട്ട് സംസാരിച്ച ഡോക്ടറെ കുറിച്ചല്ലേ പറയുന്നു. നന്നായി, അയാളിനി കാണേണ്ടല്ലോ. രക്ഷപ്പെട്ടു. ഇങ്ങനെയുണ്ടോ ഡോക്ടർമാർ? അയാളുടെ മകളുടെ പ്രായമല്ല എനിക്ക്. അയാൾ പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ അവളിൽ ഐശ്വര്യം നിറഞ്ഞു. റൂം എടുത്താൽ ക്യാഷ് കൂടുതൽ അടക്കേണ്ടി വരുന്നുള്ളതിനാൽ അന്ന് രാത്രി നന്ദ ICUവിന് പുറത്തുള്ള ചെയറിലായിരുന്നു. മോളെ, ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്നില്ല, റൂമിൽ പോയിക്കോളൂ. ഒരു നേഴ്സ് വന്ന് നന്ദയോടായി പറഞ്ഞു. അത് കുഴപ്പമില്ല, ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? അതിന് നേഴ്സുമാരൊക്കെ അല്ലേ, കുട്ടി പോയിക്കോളൂ. എനിക്ക് കുഴപ്പമില്ല ചേച്ചി, ഇവിടെ ഇരുന്നോളാം. മോള് വീട്ടിൽ വേറെ ആരുമില്ലേ? ഇല്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക്. മോള് കഴിച്ചോ? കഴിച്ചു ചേച്ചി. ഒന്നും കഴിച്ചില്ലെങ്കിൽ നന്ദങ്ങനെ പറഞ്ഞു. എന്നാൽ ശരി. അതും പറഞ്ഞു നേഴ്സ് ICUവിലേക്ക് കയറി. നന്ദ കസേരയിലേക്ക് ഇരുന്നു.
കുറച്ചു നേരത്തിന് ശേഷം ഉറക്കമായി. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം അവൻ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തായിരുന്നു. ശേഷം പോക്കറ്റിൽ നിന്നൊരു മാലയെടുത്ത് നന്ദുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ മാല നിന്റെ കഴുത്തിലിങ്ങനെ കിടക്കുന്ന കാണാനാണ് ഭംഗി, അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞു. അവളൊന്ന് കുറുകി അവനോട് പറ്റിച്ചേർന്നിരുന്നു. രാവിലെ അവൻ എഴുന്നേറ്റ് പതിവ് പോലെ ഒരു ചുമ്മൻ അവളുടെ ചുണ്ടിൽ നൽകി പോയി. മോളെ മോളെ, നേഴ്സിൻ്റെ വിളിയിലാണ് നന്ദ ഉറക്കം എഴുന്നേറ്റ്. എന്താ ചേച്ചി, അച്ഛനെന്തെങ്കിലും? നന്ദ ഒരു പേടിയോടെ ചോദിച്ചു. അച്ഛന് കുഴപ്പമൊന്നും കൂട്ടി, അച്ഛനൊന്ന് റൂമിലേക്ക് മാറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്ന് ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ വരുമ്പോൾ ചോദിക്കും കേട്ടോ. എന്തായാലും റൂം ബുക്ക് ചെയ്തേക്കും. നന്ദ ഫ്രഷായി കണ്ണാടിയിൽ മുഖം നോക്കിയപ്പോഴാണ് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല കണ്ടത്. ഇതെങ്ങനെ എൻ്റെ കഴുത്തിൽ വന്നു? ഞാനിങ്ങനെ പണം വെച്ചാണല്ലോ. ആശുപത്രി ബില്ലടക്കുന്നു, ഇപ്പം മാല. ആരെങ്കിലും എൻ്റെ പുറകിലുണ്ടോ? എന്തൊക്കെയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവളൊരു ഞെട്ടലോടെ മാല കയ്യിലെടുത്ത് ആലോചിച്ചു.